30,000 വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട് ഇന്നും പൊട്ടിക്കൊണ്ടിരിക്കുന്ന കരീബിയനിലെ അഗ്നിപർവ്വതം. ഇതിനെ വേൾഡ് ഡ്രൈവ് ഇൻ വോൾക്കാനോ എന്നാണ് അറിയപ്പെടുന്നത്. കരീബിയൻ മലയാളിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഞങ്ങളുള്ളത് കരീബിയൻ രാജ്യമായ സെന്റ് ലൂഷ്യയിലാണ്. നമ്മുടെ കേരളവുമായിട്ട് നല്ല സിമിലാരിറ്റീസ് ഉള്ള രാജ്യമാണ് ഈ സെന്റ് ലൂഷ്യ. സ്ത്രീയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരേ ഒരു രാജ്യം കൂടിയാണ് സെന്റ് ലൂഷ്യ. സെന്റ് ലൂഷ്യയിൽ സൂഫ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ വോൾക്കാനോയുടെ എൻട്രി ഏരിയയിലേക്ക് എത്തി. ഡ്രൈവ് ഇൻ വോൾക്കാനോ ആയതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങാതെ തന്നെ എൻട്രി ടിക്കറ്റ് എടുക്കാൻ പറ്റും. മുതിർന്നവർക്ക് $10 കുട്ടികൾക്ക് $7 എൻട്രി ടിക്കറ്റിൻ്റെ വില വരുന്നത്. അങ്ങനെ ഞങ്ങൾ $20 കൊടുത്ത് 2 ടിക്കറ്റ് എടുത്തു. കണ്ടിട്ടിന് നല്ല തിരക്കുണ്ട്. ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു വ്യൂ ആണ്. നല്ല സൾഫറിൻ്റെ സ്മെല്ല് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന അഗ്നിപർവ്വതം. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് അഗ്നിപർവ്വതം കാണുന്നത്. അതും ഇത്ര അടുത്ത് നിന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ട് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഡ്രൈവ് ഇൻ വോൾക്കാനോ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സ്റ്റെപ്പ് എടുത്ത് മുകളിലേക്ക് പോയാൽ വോൾക്കാനോ എറപ്ഷൻ കാണാം. ഒന്ന് ആലോചിച്ച് നോക്കൂ, 30,000 വർഷങ്ങൾക്ക് മുമ്പ് രൂപാന്തരപ്പെട്ട് ഇപ്പോഴും പൊട്ടിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും ഒരു അതിശയം തന്നെയല്ലേ? ഈ കാണുന്നതാണ് വോൾക്കാനോ എറപ്ഷൻ. ഇവിടെ നിന്ന് നോക്കുമ്പം ചെറിയ കുളങ്ങളായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് തിളച്ചുകൊണ്ടിരിക്കുന്നത് മാഗ്മയാണ്. ഈ മാഗ്മ പൊട്ടി പുറത്തേക്ക് പോകുന്നുണ്ട്. 30,000 വർഷങ്ങൾക്ക് മുമ്പ് ഈ അഗ്നിപർവ്വതം പൊട്ടിയപ്പോൾ ത്രികോണാകൃതിയിലായിരുന്നു. പിന്നീട് ഓരോ കാലം കഴിയും തോറും ഇതിൻ്റെ ആകൃതിയിലും ഘടനയിലും വ്യത്യാസം വന്ന് പരന്ന ആകൃതിയിലേക്ക് മാറി. ആ കാണുന്ന റോഡിലൂടെയാണ് ഞങ്ങൾ കാറ് ഡ്രൈവ് ചെയ്തു വന്നത്. കൂടെ വന്ന ഗൈഡ് ഇതിനെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തരുന്നുണ്ട്. ഗൈഡ് പറയുന്നത് ഈ അഗ്നിപർവ്വതത്തിൻ്റെ എലിവേഷൻ 1000 ഫീറ്റാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 300 മീറ്റർ മുകളിലുമാണ്. ഡ്രൈവ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു വോൾക്കാനോ ഉള്ളത് ഇവിടെ മാത്രമാണ്. ഇവിടെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇവിടുത്തെ ജനങ്ങൾ ഇതിലെയുള്ള റോഡിലൂടെയാണ് ടൗണിലേക്കും മറ്റാവശ്യങ്ങൾക്കും വേണ്ടി പുറത്തേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും. അതുകൊണ്ടാണ് ഈ വോൾക്കാനോ ഡ്രൈവ് ഇൻ വോൾക്കാനോ എന്ന് അറിയപ്പെടുന്നത്. ഇതിലെ മാഗ്മ പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ തണുത്ത വെള്ളം വരുന്ന ഒരു ചെറിയ അരുവിയുണ്ട്. ഈ അരുവിയിലെ വെള്ളം ഇതുവരെ നിന്നിട്ടില്ലെന്നാണ് ഗൈഡ് പറയുന്നത്. അപ്പോൾ മാഗ്മയും അരുവിയിൽ നിന്ന് വരുന്ന വെള്ളവും കൂടെ കൂടിച്ചേർന്നിട്ടാണ് താഴെയുള്ള മഡ്ബാത്ത് പൂളിലേക്ക് ഇത് ഒഴുകി പോകുന്നത്. ഇത്രയും വർഷമായിട്ടും ഈ വോൾക്കാനോ സ്റ്റോപ്പ് ആകാത്തത് കൊണ്ട് ഇത് ഫുള്ളി ആക്റ്റീവ് വോൾക്കാനോ ആണ്. ഈ കാണുന്ന ബോക്സസിലുള്ള സെൻസേഴ്സ് വോൾക്കാനോയുടെ മൂവ്മെൻറ്റ്സും ടെമ്പറേച്ചറും ഡെയിലി മോണിറ്റർ ചെയ്യുന്നുണ്ട്. കൂടാതെ കരീബിയനിലെ മറ്റൊരു കൺട്രിയായ ട്രിനിഡാഡിലും ഇത് 24 hours മോണിറ്റർ ചെയ്യുന്നുണ്ട്. ചെറുതും വലുതുമായിട്ട് 12 വോൾക്കാനോ എറപ്ഷൻ പോണ്ടുകളാണ് ഇവിടെ ഉള്ളത്. ഇതിൽ 10 എണ്ണത്തിൻ്റെ ടെമ്പറേച്ചർ 212 ഫാരൻഹീറ്റാണ്, അതായത് തിളയ്ക്കുന്ന ചൂട്. എന്നാൽ ഒരു പോണ്ടിലും മാത്രം 340 ഫാരൻഹീറ്റ് ടെമ്പറേച്ചറാണ് ഉള്ളത്. വോൾക്കാനോ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ കാറിൻ്റെ അടുത്തേക്ക് നടക്കുവാണ്. ഇവിടെ ഒത്തിരി സാധനങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. തേങ്ങ, കരിമ്പ്, വാട്ടർമെലൺ, കൊക്കോ, ഓറഞ്ച്, ബനാന, കരിക്ക്. ഇതൊന്നും കൂടാതെ കാച്ചിൽ, ചേമ്പ്, സവസോപ്പ്, ഇതൊക്കെ ഇവിടെ മിക്കപ്പോഴും കിട്ടുന്ന സാധനങ്ങളാണ്. കേരളത്തിലെ അതേ കാലാവസ്ഥ തന്നെയാണ് സെന്റ് ലൂഷ്യയിലുള്ളത്. പക്ഷേ ഇന്ന് കേരളത്തിൽ നല്ല ചൂടും വ്യത്യസ്തമായ കാലാവസ്ഥയാണ്. പക്ഷെ 10-20 വർഷം മുമ്പ് കേരളത്തിലെ എന്ത് കാലാവസ്ഥയായിരുന്നോ അത് തന്നെയാണ് ഇന്ന് സെന്റ് ലൂഷ്യയിലുള്ളത്. ചൂടുമുണ്ട്, മഴയുണ്ട്, ചെറിയ തണുപ്പുമുണ്ട്. വോൾക്കാനോ കണ്ടു കഴിഞ്ഞാൽ ഒരു കുളി കൂടെ കഴിഞ്ഞിട്ടാണ്
ഇവിടുന്ന് സഞ്ചാരികൾ തിരിച്ചു പോകുന്നത്. അതാണ് മഡ് ബാത്ത്. അപ്പം മഡ് ബാത്തിലെ വിശേഷവുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ. കൂടുതൽ ആൾക്കാരും ഇവിടെ വന്ന് ഈ മഡ് ബാത്ത് പൂളിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നത് കാരണങ്ങളൊക്കെയാണ്.